കാലവർഷം ശക്തി പ്രാപിച്ചു. എടപ്പാൾ, പൊന്നാനി മേഖലകളിൽ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടു. പൊന്നാനിയിൽ കൺട്രോൾ റൂം തുറന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ പലയിടങ്ങളിലും സ്ഥിതി രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പൊന്നാനിയിൽ ദേശീയപാതകൾ വെള്ളത്താൽ മൂടി. ചമ്രോട്ടം ജംഗ്ഷൻ, ചന്തപ്പടി, കുറ്റിക്കാട് തുടങ്ങിയ പാതകളെല്ലാം വെള്ളത്തിനടിയിലായി. തൃക്കാവ് പ്രദേശവും ശക്തമായ മഴയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടു. പ്രധാനമായും താഴ്ന്ന പ്രദേശങ്ങളെയാണ് മഴ കൂടുതൽ ബാധിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതാണ് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാവാൻ പ്രധാന കാരണമായത്. കാലവർഷത്തിനൊപ്പം മേഘവിസ്ഫോടനവും ചക്രവാത ചുഴിയും ഒരുമിച്ചെത്തിയത് മഴ ശക്തമാക്കാൻ ഇടയാക്കി. ഇതോടെ നിരവധിയിടങ്ങളിൽ വെള്ളം കയറി. രാജ്യത്തെ റോഡ് നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ കാണാൻ നാളൊരു ബോർഡ് വെച്ചു മുനിസിപ്പാലിറ്റി വക. ഇവിടെ കാണക്ക് വേണ്ടി ഇത്ര ലക്ഷം റുപ്യ വാർത്തയുണ്ട്. പിന്നെ ആ ബോർഡ് മാറ്റിയിട്ട് ഇവിടെ കാണില്ലാതായില്ല. കാണക്ക് വലിയ വാർത്തിട്ട് ഈ വെള്ളം പോകുന്ന സ്ഥലമൊക്കെ അടച്ചിട്ടാൽ പിന്നെ വെള്ളം പോകും. എല്ലാ സ്ഥലത്തും തന്നെ ഹൈവേയിലാണെങ്കിൽ ഒരു പഠനം നടത്തണ്ടേ വെള്ളം പോകാനുള്ള എങ്ങനെയാണ് വഴിയെന്ന്. എല്ലാ കാലത്തും ഇവിടെ ഗൾഫ് രാജ്യമല്ലല്ലോ. 6 മാസം മഴ ആണെങ്കിൽ 6 മാസം അങ്ങനത്തെ രാജ്യത്ത് നിങ്ങൾ വെള്ളം പോകണ്ടേ. ഞാനിപ്പോൾ തൃക്കാവിൽ പോയി നോക്കി, ചന്തപ്പടിക്ക പോയി നോക്കി, എല്ലാ സ്ഥലത്തും എല്ലായിടത്തും വെള്ളമാണ്. നിറച്ചും വെള്ളം പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ വീട് ഓരോരുത്തർക്കും പ്രായം കൊടുക്കുമ്പോൾ ഓരോ വീടെടുക്കും പ്രായം കൊടുക്കുമ്പോൾ മതിൽ കെട്ടാനായാലും വീടെടുക്കാനായാലും ഇവിടെ എന്താണ് പിന്നീട് വരുന്നത് നോക്കാം. പിന്നീട് പോയി നോക്കണം. തീരദേശ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. പൊന്നാനി നഗരസഭ കൺട്രോൾ റൂം തുറന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. എരമംഗലം താഴത്തേൽപ്പടിയിലുള്ള തോടുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ റോഡുകളിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി. ചങ്ങരകുളത്തും വ്യാപക മഴ ലഭിച്ചതോടെ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. പലയിടത്തും വാഹനഗതാഗതം തടസ്സപ്പെട്ടു. എടപ്പാളിലും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പൊൽപ്പാക്കരയിൽ മരം ട്രാൻസ്ഫോമറിലേക്ക് കടപുഴകി വീണു. കൂറ്റനാട് ഗുരുവായൂർ പാതയിൽ കൂറ്റനാട് ശുഹദാ പള്ളിക്ക് സമീപം റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. ഇവിടെ ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാകുന്നുണ്ട്. പ്രദേശത്തെ റോഡിന് സമീപത്തെ വീട്ടിലെ കിണറിൽ മുഴുവൻ ചെളിവെള്ളമായി. തൃശൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് NCV. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.